2014 ഒരു യഥാർത്ഥ കഥയെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ സിനിമയാണ് എഗെയിൻസ്റ്റ് ദ സൺ. US നേവി എയർമാനിൽ വർക്ക് ചെയ്യുന്ന 3 പേര് കടലിന് നടുവിൽ പെട്ടുപോകുന്നതും തുടർന്ന് നടക്കുന്ന കഥയാണ് ഈ സിനിമ. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് 2ാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് ഒരു ബോംബർ വിമാനത്തിൽ 3 എയർമാൻ നേവി ഉദ്യോഗസ്ഥർ ശത്രുക്കൾ കടലിലൂടെ വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പസഫിക് സമുദ്രത്തിന്റെ മുകളിലൂടെ അങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എന്തോ കാരണത്താൽ അവരുടെ വഴി തെറ്റിപ്പോവുകയും അത് കാരണം ഒരുപാട് പറന്നു പോവുകയും ചെയ്യുന്നു. ഇതോടെ ഫ്ലൈറ്റിലെ ആൾട്രിച്ച് എന്ന ഒരുത്തൻ അമേരിക്കൻ നേവിയുമായി റേഡിയോ വഴി കണക്ട് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും ജപ്പാനുമായി കണക്ട് ആയത് കണ്ട് അവൻ റേഡിയോ ഓഫാക്കി കളയുകയും ക്യാപ്റ്റനോട് ആ കാര്യം പറയുകയും ചെയ്യും. ഇതോടെ ഫ്ലൈറ്റിന്റെ ഫ്യൂവല് വളരെ കുറവായതുകൊണ്ട് ക്യാപ്റ്റൻ ടോണിയോട് ഫ്ലൈറ്റിലുള്ള ബോംബ് മുഴുവൻ കടലിലേക്ക് ഇടാൻ പറഞ്ഞതും ടോണി അതുപോലെ ചെയ്യുകയും വെയിറ്റ് കുറഞ്ഞതുകൊണ്ട് ഫ്ലൈറ്റ് കുറച്ച് പൊക്കി പറത്തുകയാണ്. എന്നാലും അവർക്ക് എവിടേക്കും എത്താനുള്ള ഫ്യൂവൽ ഇല്ലാത്തതുകൊണ്ട് റേഡിയോ വഴി വീണ്ടും ശ്രമിക്കുമെങ്കിലും അത് എവിടെയും കണക്ട് ആവുന്നില്ല. ക്യാപ്റ്റൻ ഡിക്സൺ ആണെങ്കിൽ നമുക്കിനി മുന്നോട്ട് പോകാനുള്ള ഫ്യൂവൽ ഇതിലില്ല, അതുകൊണ്ട് സേഫായി ഞാൻ കടലിലേക്ക് ലാൻഡ് ചെയ്യുകയാണെന്ന് പറയുകയും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ പറഞ്ഞുകൊണ്ട് ക്യാപ്റ്റൻ എങ്ങനെയൊക്കെയോ ഫ്ലൈറ്റ് വെള്ളത്തിലേക്ക് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ലാൻഡ് ചെയ്ത ഉടനെ തന്നെ ക്യാപ്റ്റൻ ഡിക്സൺ പുറത്തേക്ക് ഇറങ്ങുകയും ലൈഫ് ബോട്ട് ശരിയാക്കാൻ നോക്കുകയാണ്. അപ്പോഴേക്കും ഫ്ലൈറ്റ് വെള്ളത്തിലേക്ക് മുങ്ങാൻ പോവുകയാണ്. അതിലുള്ള ടോണിയുടെയും ആൾഡ്രിച്ചിന്റെയും സീറ്റ് ബെൽറ്റ് അഴിയാത്തത് കൊണ്ട് വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോവുകയാണ്. അവരെ കാണാത്തോണ്ട് ക്യാപ്റ്റനുമാകെ പേടിക്കുകയും എന്നാൽ അവർ എങ്ങനെയൊക്കെയോ കാഷ്ടിച്ച് സീറ്റ് ബെൽറ്റ് അഴിക്കുകയും മുകളിലേക്ക് പൊങ്ങിപ്പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവരെ കണ്ടതും ക്യാപ്റ്റനാകെ ആശ്വാസമായിരിക്കുകയാണ്. ഇതോടെ ക്യാപ്റ്റൻ അവരോട് കയ്യിലുള്ള ആയുധങ്ങളൊക്കെ കടലിലേക്ക് ഇടാൻ പറയുന്നുണ്ടെങ്കിലും ടോണിക്ക് അതൊന്നും അഴിച്ച് ഇടാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരുപാട് പരിശ്രമത്തിന്റെ ഒടുവിൽ അവർ ലൈഫ് ബോട്ട് വിരിയിക്കുമെങ്കിലും അത് തലകീഴായാണ് വിരിഞ്ഞിരിക്കുന്നത്. ക്യാപ്റ്റൻ ഡിക്സൺ ആണെങ്കിൽ അത് എത്ര മറിച്ചിടാൻ ശ്രമിച്ചിട്ടും അതിന് കഴിയാത്തത് കൊണ്ട് ഇത് മറിച്ചിടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. നിങ്ങളുടെ ലൈഫ് ജാക്കറ്റൊക്കെ ഊരിത്തന്ന നമുക്ക് അപ്പുറത്തെ സൈഡിൽ കെട്ടി വലിക്കാമെന്ന് പറയുകയും അവർ അതിനുവേണ്ടി റെഡിയാവുകയും ചെയ്തു. ഈ സമയം ആൾട്രിച്ചിന്റെ കയ്യിലുള്ള ആകെയുള്ളൊരു ടോർച്ച് കടലിലേക്ക് വീണുപോയിരിക്കുകയാണ്. അങ്ങനെ അതൊന്നും കാര്യമാക്കാതെ അവർ 3 പേരും ഒരുപാട് പരിശ്രമിച്ചുകൊണ്ട് ബോട്ട് മറിച്ചിടുകയും അതിലേക്ക് 3 പേരും കയറി കിടക്കുന്നു. ശേഷം രക്ഷാപ്രവർത്തനത്തിനുള്ള ആൾക്കാര് രാവിലേക്ക് എത്തിക്കൊള്ളുമെന്നും പറയുകയും അന്ന് തണുത്ത് വിറച്ചുകൊണ്ട് അവർ കിടന്നുറങ്ങുന്നു. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെയാണ്. ക്യാപ്റ്റൻ ഉറക്കമണിച്ചിട്ടും അവർ എണീക്കാത്തത് കണ്ട് ആൾഡ്രിച്ചിനെയും ടോണിയെയും ക്യാപ്റ്റൻ വിളിക്കുകയും നമുക്ക് പണിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ ബോട്ടിന്റെ 3 വശത്തായി ഇരിക്കുകയും രക്ഷാപ്രവർത്തനത്തിന്റെ ഫ്ലൈറ്റ് വരുന്നുണ്ടോ എന്ന് ചുറ്റും നോക്കുകയാണ്. ടോണിയും ആൾഡ്രിച്ചുമാണെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന്റെ ആൾക്കാര് ഇന്ന് വന്നില്ലെങ്കിലും നാളേക്ക് ഉറപ്പായും എത്തുമെന്നൊക്കെ പറയുകയും അതുവരെ നമുക്ക് ഈസിയായി പിടിച്ചു നിൽക്കാമെന്നും പറയുന്നു. അങ്ങനെ ഒരുപാട് സമയം കഴിഞ്ഞതും ദൂരെ എന്തോ കാണുന്നുണ്ടെന്ന് ആൾഡ്രിച്ച് അവരോട് പറയുന്നു. ഇതോടെ അത് രക്ഷാപ്രവർത്തനത്തിന്റെ പ്ലെയിൻ ആണെന്ന് അവർക്ക് മനസ്സിലാവുകയും അവർ എണീറ്റ് നിന്ന് കൈ കാണിക്കുന്നത് കണ്ട് ക്യാപ്റ്റൻ അവരെ ഇരുത്തുകയും ഇങ്ങനെയൊന്നും കാണിച്ചിട്ട് ഒരു കാര്യമില്ല, മിനിമം 140 കിലോമീറ്റർ അപ്പുറത്താണ് അത് ഉള്ളതെന്ന് പറയുകയും നമ്മളെടുത്ത പാരഷൂട്ടോ അതോ ഫ്ലെയർ ഗണ്ണോ എടുത്ത് പൊട്ടിക്കാൻ പറയുമ്പോൾ അതൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞതും എന്തേലും എടുത്ത് പൊക്കടാ എന്ന് ക്യാപ്റ്റൻ പറഞ്ഞതോടെ ക്യാപ്റ്റൻ ഉൾപ്പെടെ ഡ്രസ്സൊക്കെ ഊരി വീശി കാണിക്കുമെങ്കിലും ഫ്ലൈറ്റ് തിരിച്ചു പോകുന്നത് കണ്ട് ക്യാപ്റ്റനൊക്കെ അവിടെ ഇരിക്കുകയാണ്. ടോണി ആണെങ്കിൽ വീണ്ടും കരഞ്ഞുകൊണ്ടൊക്കെ വീശി കാണിക്കുമ്പോൾ ഇതായിരിക്കും നമ്മുടെ ആദ്യത്തെയും അവസാനത്തെയും തെരച്ചിലെന്ന് ക്യാപ്റ്റൻ പറയുന്നത് കേട്ട് അങ്ങനെ അങ്ങ് നമ്മളെ ഉപേക്ഷിക്കുമെന്ന് ടോണി ചോദിച്ചതും ഒരിക്കൽ കണ്ടില്ലെങ്കിൽ വീണ്ടും ഫ്ലൈറ്റ് വന്ന് തെരച്ചിൽ നടത്തുമല്ലോ, എന്നിട്ടും വീണ്ടും കണ്ടില്ലെങ്കിൽ കപ്പലിൽ വീണ്ടും അന്വേഷിക്കുമെന്നാണ് ഞാൻ കേട്ടതെന്ന് ആൾഡ്രിച്ച് പറഞ്ഞതും ഈ സമയത്ത് അങ്ങനെ ഒരു ചെക്കിംഗ് ഉണ്ടാവില്ല, കാരണം നമ്മൾ ഇപ്പൊ തന്നെ ഒരു യുദ്ധത്തിലാണ്. അപ്പോ 3 സോൾജേഴ്സിന് വേണ്ടി അവർ വീണ്ടും ഒരിക്കലും വരില്ല എന്ന് ക്യാപ്റ്റൻ പറയുകയും ഞാൻ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന തിരക്കിലായതുകൊണ്ടാണ് എനിക്ക് ഫുഡും വെള്ളമൊന്നും എടുക്കാൻ കഴിയാഞ്ഞത്, പക്ഷേ നിങ്ങൾക്കെങ്കിലും അത് എടുക്കാമായിരുന്നു എന്ന് ക്യാപ്റ്റൻ ദേഷ്യത്തോടെ പറയുമ്പോൾ ഞങ്ങള് വെള്ളത്തിൽ മുങ്ങിയോണ്ടാണ് ഞങ്ങൾക്കും അതിന് കഴിയാതെ വന്നത്, ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ടോണി ചോദിച്ചതും ക്യാപ്റ്റൻ ഒരു കാര്യം പറയുന്നു. ഇതൊരു വലിയ കപ്പലാണെങ്കിൽ ഞാൻ ഇതിന്റെ ക്യാപ്റ്റനായി നിങ്ങൾ സങ്കല്പിക്കണം, അപ്പോ ഞാൻ എന്താണോ പറയുന്നത് അതുപോലെ നിങ്ങൾ ചെയ്യണമെന്ന് ക്യാപ്റ്റൻ പറഞ്ഞതും അവർ 2 പേരും ഓക്കെ പറയുന്നു. ഇതോടെ നിങ്ങളുടെ കയ്യിലുള്ള മുഴുവൻ സാധനങ്ങളും ക്യാപ്റ്റൻ അവരോട് പുറത്തേക്ക് എടുക്കാൻ പറയുന്നു. അങ്ങനെ അവർ ഓരോ സാധനങ്ങളായി പുറത്തേക്ക് ഇടുകയാണ്. അവരുടെ കയ്യിൽ ഒരുപാട് ടൂൾസ് ഉണ്ടെങ്കിലും ഒരു ഭക്ഷണ സാധനമോ വെള്ളമോ അവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. പക്ഷേ ഒരു വെള്ളമില്ലാത്ത വാട്ടർ ബോട്ടിൽ അവർക്ക് കിട്ടുന്നുണ്ട്. ക്യാപ്റ്റൻ ആണെങ്കിൽ ഒരു കാര്യം കൂടി പറയുന്നു, നമുക്ക് ഈ ബോട്ടിലെ വെയിറ്റ് കുറക്കാൻ വേണ്ടി നമ്മുടെ ഷൂ ഒക്കെ കളയാമെന്ന് പറഞ്ഞതും ടോണിയും ആൾഡ്രിച്ചും ക്യാപ്റ്റൻ പറയുന്നത് പോലെ ഷൂ ഒക്കെ കടലിലേക്ക് ഒഴുകി കളയുന്നു. പക്ഷേ ക്യാപ്റ്റൻ മാത്രം ഷൂ അതിൽ വെക്കുകയും നമ്മള് എവിടെയെങ്കിലും ഒരു തീരത്തെത്തിയാ നമ്മള് ഇറങ്ങേണ്ടി വരും, അതുകൊണ്ടാണ് ഇത് വെച്ചതെന്ന് ക്യാപ്റ്റൻ പറയുന്നു. പക്ഷേ ആൾഡ്രിച്ചിന് ഇതൊന്നും കണ്ടിട്ട് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അപ്പോഴാണ് അവന്റെ അരയിൽ വെച്ചിരുന്ന തോക്ക് അവന് ഓർമ്മ വരുന്നത്. അവനതെടുത്ത് ക്യാപ്റ്റനെ കാണിക്കുകയും ചിലപ്പോ നമുക്ക് ഉപകാരപ്പെട്ടേക്കാമെന്ന് പറഞ്ഞ് അത് തിരിച്ചു വെക്കുന്നു.
പോകുന്നു. അങ്ങനെ ഇപ്പോൾ ഒരുപാട് സമയം കടന്നുപോയിരിക്കുകയാണ്. അവർക്ക് ബോറടിക്കാതിരിക്കാൻ അവർ നേവിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ പറയുകയും സമയം മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അങ്ങനെ രാത്രിയായിരിക്കുകയാണ്. ക്യാപ്റ്റൻ ഓരോന്നൊക്കെ ആലോചിക്കുമ്പോൾ ആൾഡ്രിച്ചും ടോണിയും സംസാരിക്കുന്നത് കണ്ട് ക്യാപ്റ്റൻ ടോണിയോട് കിടന്നുറങ്ങാൻ പറയുന്നു. ക്യാപ്റ്റനും ടോണിയും കിടന്നുറങ്ങുന്ന സമയത്ത് ആൾഡ്രിച്ചാണ് ആരെങ്കിലും രക്ഷാപ്രവർത്തനത്തിന് വരുന്നുണ്ടോ എന്ന് നോക്കുന്നത്. അങ്ങനെ പുലർച്ചെ ആയാലും ക്യാപ്റ്റൻ എഴുന്നേൽക്കുകയും ആൾഡ്രിച്ച് ഉറങ്ങുകയും ചെയ്യുന്നു. ക്യാപ്റ്റൻ ആണെങ്കിൽ ദാഹം സഹിക്കാൻ വയ്യാത്തോണ്ട് മൂത്രമൊഴിച്ച് അത് കുടിക്കുകയാണ്. അങ്ങനെ അന്ന് രാവിലെ ആയതും ക്യാപ്റ്റൻ ഫ്ലൈറ്റിന്റെ ദിശ കാൽക്കുലേറ്റ് ചെയ്യുന്ന എന്തോ സാധനം എടുത്ത് ദിശയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുകയും ചിലപ്പോൾ നമ്മൾ ഒരു ഐലൻഡിലേക്ക് എത്തും, പക്ഷേ അതിനി 7 ദിവസം കൂടിയൊക്കെ കാത്തു നിൽക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞതും അപ്പോഴേക്ക് നമ്മൾ മരിച്ചിട്ടുണ്ടാവുമെന്നും പറയുന്നു. ഇതോടെ ആൾഡ്രിച്ച് ആണെങ്കിൽ കടലിൽ മീനില്ലേ, നമുക്കതിനെ പിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ എടുത്തു വെച്ച ടൂൾസിലെ വയറൊക്കെ എടുക്കുകയും ചൂണ്ട ആക്കാൻ വേണ്ടി ടോണിയുടെ തോക്കിലെ സ്പ്രിംഗ് ഒക്കെ എടുത്ത് കൊളുത്ത് ആക്കുകയും അവരുടെ കയ്യിലുള്ള ചെറിയ കയറൊക്കെ കെട്ടി ശരിയാക്കിയതിനു ശേഷം ഒരു ചെറിയ തുണി കഷ്ണം കൂടി ചൂണ്ടയിൽ കൊളുത്തിക്കൊണ്ട് കടലിലേക്ക് അങ്ങ് ഇടുന്നു. എന്നാൽ ഫസ്റ്റ് തന്നെ ചൂണ്ടയിൽ അടിച്ചിരിക്കുന്നത് വലിയൊരു മീനാണെന്ന് അവർക്ക് മനസ്സിലാവുകയും അതും പൊട്ടിച്ചുകൊണ്ട് അതങ്ങ് പൊക്കളയുകയും ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് സമയം മുന്നോട്ട് പോകുന്നു. വെയിലിന്റെ ശക്തി കൂടുന്നത് കൊണ്ട് അവരുടെ ദേഹമൊക്കെ ഇപ്പോൾ ആകെ വല്ലാണ്ടാവുന്നു. ചൂരെടുത്ത് വട്ടാവുന്ന ആൾഡ്രിച്ച് ആണെങ്കിൽ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി കടലിലേക്ക് എടുത്തു ചാടുന്നു. ഇത് കണ്ട ടോണിയും അതുപോലെ ചെയ്യാൻ നോക്കിയതും എടാ വലിയ മീനെങ്ങാനും വന്ന് കടിച്ചോണ്ട് പോകുമെടാ എന്നൊക്കെ ക്യാപ്റ്റൻ പറഞ്ഞതും അവനത് കേട്ട് പേടിച്ചുകൊണ്ട് വീണ്ടും ബോട്ടിലേക്ക് തന്നെ തിരിച്ചു കയറുന്നു. ഇതോടെ വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള ടോണിയുടെ ധൈര്യം കൂടെ പോകുന്നു. സമയമാണെങ്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അടുത്ത ദിവസമായതും ആൾഡ്രിച്ച് വീണ്ടും ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുന്നതിനിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം നിങ്ങളുടെ ദിശ നോക്കുന്നതിൽ പറ്റിയ തെറ്റാണെന്നൊക്കെ പറഞ്ഞ് ക്യാപ്റ്റനെ വരെ പരസ്പരം കുറ്റപ്പെടുത്തുകയും സമയം മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഇപ്പോൾ 5ാമത്തെ ദിവസമായിരിക്കുകയാണ്. 5 ദിവസം വെള്ളമോ ഫുഡോ ഒന്നും കഴിക്കാത്തത് കൊണ്ട് അവർക്കിപ്പോ ശരീരത്തിനൊക്കെ വിറയൽ വന്നിരിക്കുന്നു. ഇതിനിടെ ടോണിക്ക് ദാഹം സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് കടൽ വെള്ളം എടുത്ത് കുടിക്കാൻ നോക്കിയതും അത് ചെയ്യണ്ടാ, നമുക്കത് വേണ്ടാന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ തട്ടിക്കളയുകയാണ്. ആൾഡ്രിച്ച് ആണെങ്കിൽ ഇനി നമുക്ക് മൂത്രം കുടിക്കലേ വഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ പെട്ടെന്ന് ക്യാപ്റ്റൻ എന്റെ ഒരു പെൻസിൽ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ശബ്ദമുണ്ടാക്കുകയും എനിക്ക് ഇത് വെച്ച് ഒരു ചാർട്ട് വരച്ചുകൊണ്ട് ആ ഐലൻഡ് കണ്ടെത്താമെന്ന് പറയുകയും ഇതുവരെ സഞ്ചരിച്ച കാറ്റിന്റെ ദിശയും സമയവും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ചാർട്ട് വരച്ചിരിക്കുകയാണ്. പക്ഷെ ക്യാപ്റ്റൻ കാറ്റിന്റെ ദിശ മാറിയാൽ നമ്മൾ വീണ്ടും വഴി തെറ്റില്ല എന്ന് ചോദിച്ചതും അതിനൊരു വഴിയുണ്ടെന്ന് പറയുകയും അവരുടെ ലൈഫ് ജാക്കറ്റും കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് ക്യാപ്റ്റൻ ഒരു സീ ആങ്കർ ഉണ്ടാക്കിയെടുക്കുകയും കടലിലേക്ക് ഇട്ടതിനു ശേഷം ഇനി നമ്മൾ നേരെ പൊക്കോളം എന്നും പറയുന്നു. അങ്ങനെ വീണ്ടും ഒരുപാട് സമയം കടന്നുപോയതും ആൾഡ്രിച്ച് ഒരു മഴയ്ക്ക് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നത് കണ്ട് കൂടെ ക്യാപ്റ്റനും ടോണിയും കൂടുകയും അവരും പ്രാർത്ഥിച്ചതിനു ശേഷം മഴ എന്താ വരാത്തെന്ന് ടോണി പറയുന്നത് കേട്ട് ദൈവത്തിന് കുറച്ച് സമയം കൊടുക്കണ എന്ന് ആൾഡ്രിച്ചും പറയുകയും അവർ സമയം മുന്നോട്ട് പോകാൻ വേണ്ടി മഴയെ പറ്റി പാട്ടൊക്കെ പാടുകയാണ്. അങ്ങനെ സമയം വീണ്ടും മുന്നോട്ട് പോയതും ടോണി വെള്ളത്തിൽ മുങ്ങിയതുപോലെ സ്വപ്നം കണ്ട് രാത്രി ഞെട്ടി എഴുന്നേൽക്കുന്നു. അപ്പോഴാണ് മഴ ചെറുതായി പെയ്യുന്നുണ്ടെന്ന് ടോണിക്ക് മനസ്സിലാവുന്നത്. ഇതോടെ ഒറ്റയടിക്ക് വലുതായി പെയ്തതും അവര് വളരെയധികം സന്തോഷിച്ചുകൊണ്ട് കയ്യിൽ കിട്ടുന്ന സാധനങ്ങളിലൊക്കെ വെള്ളം നിറയ്ക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ ആ ഒരു ദിവസവും കടന്നുപോയി രാവിലെ ആവുന്നു. ആൾഡ്രിച്ച് ഇപ്പോഴും നിർത്താതെ ചൂണ്ട ഇടുമെങ്കിലും ഒന്നും കിട്ടാത്തോണ്ട് അവനാകെ വട്ടുപിടിക്കുകയും അവന്റെ കയ്യിലുള്ള കത്തി എടുത്തുകൊണ്ട് കടലിൽ നീന്തിപ്പോകുന്ന മീനിനെ കുത്താൻ നോക്കുകയാണ്. എന്നാൽ ക്യാപ്റ്റൻ അങ്ങനെ ചെയ്യലടാ, ബോട്ടിനെങ്ങാനും കുത്തുകൊണ്ട നമ്മൾ ഇപ്പൊ തന്നെ മരിക്കുമെന്ന് ക്യാപ്റ്റൻ പറയുന്നുണ്ടെങ്കിലും ആൾഡ്രിച്ച് വട്ടുപിടിച്ചതുപോലെ വീണ്ടും വീണ്ടും കുത്തുന്നതിനിടെ ഒരു മീന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ടോണിയുടെ മേലേക്ക് അങ്ങ് ചാടി വീണതും ടോണി അത് ഉറക്കത്തിലാണെങ്കിലും പിടിച്ചു വെക്കുകയും ക്യാപ്റ്റനും ആൾഡ്രിച്ചും അതിനെ കുത്തി കൊല്ലുകയും ചെയ്യുന്നു. ഇതോടെ ക്യാപ്റ്റനും ആൾഡ്രിച്ചും അടിപൊളിയായിട്ടുണ്ട് മോനെ എന്ന് ടോണിയോട് പറയുന്നു. ടോണി ആണെങ്കിൽ ഇത് ആകാശത്ത് നിന്നാണോ വീണെന്നൊക്കെ ചോദിക്കുന്നു. അതിനിടെ ആൾഡ്രിച്ച് മീനിന്റെ വയറങ്ങ് മുറിച്ചതും അത് വിഴുങ്ങിയ കുറച്ച് മീനിനെ അതിൽ കണ്ട് അവൻ അതിനെ എടുത്തങ്ങ് തിന്നുന്നു. അങ്ങനെ അത് കണ്ടതും ക്യാപ്റ്റനും ടോണിയും കഴിക്കുകയും ബാക്കിയുള്ള ഇറച്ചി അടുത്ത ദിവസം കഴിക്കാൻ വേണ്ടി സോക്സിലിട്ടും കെട്ടിവെക്കുന്നു. അങ്ങനെ അവർ സമയം കളയാൻ വേണ്ടി വീണ്ടും വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും എനിക്കൊരു പെങ്ങളുണ്ട്, അവളെ നിനക്ക് നല്ലോണം ചേരുമെന്ന് ടോണി ആൾഡ്രിച്ചിനോട് പറയുകയും അവർ ബോട്ടിൽ വീണ രക്തമൊക്കെ തുടച്ച് കടലിലേക്ക് കളയുകയും ചെയ്യും. പക്ഷേ അപ്പോഴാണ് അവരാ കാര്യം ശ്രദ്ധിക്കുന്നത്. കടലിലേക്ക് രക്തം കളയുന്നത് കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ഷാർക്കുകൾ കൂട്ടത്തോടെ അവരെ വളഞ്ഞു നീന്തുകയാണ്. അങ്ങനെ സമയം വീണ്ടും മുന്നോട്ടേക്ക് കടന്നുപോയിക്കൊണ്ടേയിരുന്നു. അന്ന് രാത്രി ആയതും ആൾഡ്രിച്ച് ഒന്ന് കൈ കഴുകാൻ വേണ്ടി കൈ വെള്ളത്തിലേക്ക് ഇട്ടതും ഷാർക്ക് അവനെ കടിക്കുകയും കാഷ്ടിച്ച് രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഇതോടെ ടോണി അവന്റെ ഗണ്ണെടുത്ത് ചാറവറ വെള്ളത്തിലേക്ക് വെടിവെക്കുന്നത് കണ്ട് അത് നിർത്താൻ പറയുന്നു. ശേഷം അവന്റെ കൈയൊക്കെ ക്യാപ്റ്റൻ കെട്ടിവെച്ച് കൊടുക്കുകയും അന്നും നേരം വെളുപ്പിക്കാൻ വേണ്ടി കിടന്നുറങ്ങുകയും ചെയ്യും. ഇപ്പോൾ അവർ കടലിൽ പെട്ടിട്ട് 10 ദിവസം കടന്നുപോയി. ഒരു ദിവസം ഒരു സിപ്പ് വെള്ളം മാത്രമാണ് അവർ കുടിക്കുന്നത്. അവരുടെ കയ്യിൽ ഇപ്പോ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് ആൾഡ്രിച്ച് വീണ്ടും കത്തിയെടുത്ത് വല്ലതും കിട്ടുമെന്ന് നോക്കുന്നുണ്ടെങ്കിലും ഒന്നും അവർക്ക് കിട്ടുന്നില്ല. ആൾഡ്രിച്ചിന്റെ മുറിഞ്ഞ കൈയൊക്കെ പതിയെ ഉണങ്ങി വരികയാണ്. അങ്ങനെ സമയം മുന്നോട്ട് പോയി 2-3 ദിവസം കഴിഞ്ഞതും അവർക്ക് വീണ്ടും ഒരു മഴ ലഭിക്കുകയും വെള്ളം കിട്ടുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് 15ാമത്തെ ദിവസമാണ്. അവരുടെ ബോട്ടിൽ ഒരു കടൽക്കാക്ക വന്ന് നിന്നത് കണ്ട് ആൾഡ്രിച്ച്
ആൾട്രിച്ച് ടോണിയുടെ ഗണ്ണെടുത്ത് വെടിവെച്ചങ്ങ് കൊന്നുകളഞ്ഞതും ക്യാപ്റ്റൻ അത് കേട്ട് ഞെട്ടി എഴുന്നേൽക്കുകയും കടലിൽ പോയ കാക്കയെ എടുക്കാൻ വേണ്ടി വെള്ളത്തിലേക്ക് ചാടിക്കൊണ്ട് നീന്തി പോവുകയും അതിനെ എടുത്തതിനു ശേഷം തിരിച്ച് നീന്താൻ തുടങ്ങുന്നു. എന്നാൽ ക്യാപ്റ്റന്റെ ബാക്കിൽ ഒരു ഷാർക്ക് കൂടിയത് കണ്ട് പെട്ടെന്ന് നീന്താൻ അവർ പറയുകയും ക്യാപ്റ്റൻ എങ്ങനെയൊക്കെ നീന്തി അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ബോട്ടിലേക്ക് കയറുന്നു. അന്ന് അവർ പിടിച്ച കടൽക്കാക്കയെ കഴിക്കുകയും ഇതൊരുമാതിരി ചിക്കൻ പോലെ തന്നെ ഉണ്ടെന്ന് പറയുന്നു. ടോണിയാണെങ്കിൽ അവന്റെ ഗണ്ണ് കേടായതിലുള്ള സങ്കടത്തിലാണ്. വീണ്ടും ദിവസങ്ങൾ മുന്നോട്ട് പോയി 20ാമത്തെ ദിവസമായിരിക്കുകയാണ്. രാവിലെ എഴുന്നേറ്റ ക്യാപ്റ്റൻ ആണെങ്കിൽ രണ്ടുപേരും കിടന്നിറങ്ങുന്നത് കണ്ട് അവരെ വിളിക്കുകയും 24 മണിക്കൂറും കടലിന് ചുറ്റും നോക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, ഇനിയെങ്ങാനും ദിശ എങ്ങാനും മാറിപ്പോയാ നമ്മൾ ആ ഐലൻഡിലേക്ക് എത്തില്ല എന്നൊക്കെ പറഞ്ഞ് ആകെ ചൂടായതും 2 ദിവസമായിട്ട് കാറ്റൊന്നുമില്ല എന്ന് ആൾട്രിച്ച് പറയുകയും നിങ്ങളെ മേപ്പാകെ തെറ്റാണ്, കാരണം നമ്മൾ എവിടെയാണ് വീണതെന്ന് പോലും നമുക്കറിയില്ല, പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ദിശ മനസ്സിലാവുക, എല്ലാത്തിനും കാരണം നിങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞതും നീ പറഞ്ഞാലും കാര്യമുണ്ട്, കാരണം നമ്മൾ 3 ദിവസം മുന്നേ ഐലൻഡിലേക്ക് എത്തേണ്ടതായിരുന്നു, പക്ഷെ ഇതുവരെ എത്തിയിട്ടില്ല, എല്ലാം എന്റെ തെറ്റാണെന്ന് ഡിക്സൺ പറയുന്നതിനിടെ ഡിക്സൺ ഫ്ലൈറ്റിൽ ഉറങ്ങിയതാണെന്ന് ഓർമ്മ വരികയും എല്ലാം എന്റെ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അവരോട് ക്ഷമ ചോദിക്കുകയും ഞാൻ ഉറങ്ങിയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുകയും ഡിക്സൺ ആകെ കുറ്റബോധം തോന്നുകയും ചെയ്യുന്നു. ഇതോടെ ആൾട്രിച്ച് ക്യാപ്റ്റൻ വരച്ച മാപ്പ് എടുക്കുകയും നമുക്ക് ആകെ പ്രതീക്ഷയുള്ളത് ഈ ഒരു മാപ്പിൽ തന്നെയാണ്, അതുകൊണ്ട് ഇത് നോക്കി തന്നെ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ആൾട്രിച്ച് ഡിക്സനെ ആശ്വസിപ്പിക്കുന്നു. ഇതിനിടെ ടോണി ആണെങ്കിൽ ഇപ്പോ കാറ്റില്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ പതിയെ പോകുന്നത്, നമുക്ക് കാറ്റുണ്ടാക്കാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് പറഞ്ഞതും ഡിക്സൺ അവന്റെ ഷൂ എടുക്കുകയും അത് മുറിച്ചുകൊണ്ട് ഒരു തുഴ പോലെ ആക്കുകയും അതുകൊണ്ട് തുഴഞ്ഞുകൊണ്ട് അവർ സ്പീഡിൽ മുന്നോട്ട് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് 30ാമത്തെ ദിവസമാണ്. അവരിപ്പോൾ ആകെ അവശനായി ഒരു പ്രതീക്ഷയുമില്ലാതെ എങ്ങോട്ടൊന്നില്ലാതെ പോകുന്നു. അങ്ങനെ അന്ന് വൈകുന്നേരമായതും അവർക്ക് വീണ്ടും ഒരു മഴ ലഭിക്കുന്നു. പക്ഷേ ഈ തവണത്തെ മഴ പെട്ടെന്ന് പോവുകയും ആകാശമൊക്കെ ഇരുണ്ടു മൂടിയതിനു ശേഷം മിന്നലൊക്കെ എടുക്കാൻ തുടങ്ങുകയും തിരമാല ഉള്ളതുകൊണ്ട് അവരുടെ ബോട്ടിലേക്കൊക്കെ വെള്ളം കയറാൻ തുടങ്ങുന്നു. അങ്ങനെ അവരാണെങ്കിൽ വെള്ളമൊക്കെ പുറത്തേക്ക് കളയാൻ നോക്കുന്നതിനിടെ വലിയൊരു തിരമാല വീണ്ടും വരികയും അതിൽ ക്യാപ്റ്റൻ ബോട്ടിൽ നിന്നും തെറിച്ച് കടലിലേക്ക് പോകുന്നു. പക്ഷേ അവർ വിട്ടുകൊടുക്കാതെ ക്യാപ്റ്റനെ കടലിൽ നിന്നും എങ്ങനെയൊക്കെയോ രക്ഷിക്കുമെങ്കിലും സുനാമി പോലത്തെ തിരമാല അവർക്ക് നേരെ വരുന്നത് കണ്ട് ബോട്ടിൽ പിടിച്ചു നിൽക്കാൻ ക്യാപ്റ്റൻ പറയുകയും അപ്പോഴേക്കും തിരമാല വന്ന് അവരുടെ ബോട്ടൊക്കെ മറിച്ചിട്ടങ്ങ് കളയുന്നു. ഇതോടെ അവരുടെ കയ്യിലുള്ള മുഴുവൻ ടൂൾസും ചെരുപ്പും ഒക്കെ കടലിനടിയിലേക്ക് വീണു പോകുന്നു. പക്ഷേ ക്യാപ്റ്റനും ആൾട്രിച്ചും മറിഞ്ഞു വീണ ബോട്ടിന്റെ അരികിലേക്ക് എത്തുമെങ്കിലും ടോണി അവിടെയെങ്ങും കാണാത്തതുകൊണ്ട് അവര് ഒച്ചത്തിൽ വിളിക്കുകയാണ്. കടല് ശാന്തമല്ലാത്തത് കൊണ്ട് തന്നെ അവർക്കൊന്നും കാണാനും കഴിയുന്നില്ല. എന്നാൽ വെള്ളത്തിനടിയിലുള്ള ടോണി ഇപ്പോഴേക്കും ബോട്ടിന്റെ അരികിലേക്ക് എത്തുകയും ക്യാപ്റ്റൻ ഞാനിവിടെ ഉണ്ടെന്നും വിളിച്ചു പറയുന്നു. അങ്ങനെ അവനെ കണ്ടതും ക്യാപ്റ്റനും ആൾട്രിച്ചിനും ആശ്വാസമാകുന്നു. അങ്ങനെ അവര് 3 പേരും ചേർന്ന് കാഷ്ടിച്ച് ബോട്ട് തിരിച്ചിട്ടതിനു ശേഷം കടലൊന്ന് അടങ്ങാൻ വേണ്ടി അതിൽ തന്നെ 3 പേരും കയറി കിടക്കുന്നു. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസമാണ്. അവരാണെങ്കിൽ ഒന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാതെ അത്രയും അവശനായതും നമ്മളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചാൽ എന്തു ചെയ്യുമെന്ന് ടോണി ചോദിച്ചതും ഞാൻ മരിച്ച നിങ്ങൾ എന്നെ കഴിച്ചോ എന്ന് ആൾട്രിച്ച് പറയുന്നത് കേട്ട് അതിന് മുറിക്കാൻ കത്തി പോലും ഇല്ല എന്ന് ക്യാപ്റ്റൻ പറഞ്ഞുകൊണ്ട് ചിരിക്കുകയും ഒരു പ്രതീക്ഷയും ഇല്ലാതെ മരിക്കാൻ വേണ്ടി കിടക്കുകയും ചെയ്യുന്നു. പക്ഷേ ടോണിയാണെങ്കിൽ അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതും അവർ കൈകൊണ്ട് പതിയെ ബോട്ട് തുഴയുകയാണ്. അങ്ങനെ വീണ്ടും ഒരുപാട് സമയം കടന്നുപോയതും ടോണി അനങ്ങാത്തത് കണ്ട് ഒരു നിമിഷം അവൻ മരിച്ചെന്ന് ക്യാപ്റ്റൻ കരുതുമ്പോൾ അവനെന്തോ സൗണ്ട് ഉണ്ടാക്കുകയും അതോടെ ക്യാപ്റ്റന് ആശ്വാസമാവുകയും ചെയ്യുന്നു. ഇപ്പോൾ അവരുടെ ശരീരം വളരെ വീക്കായത് കൊണ്ട് ഹല്യൂസിനേഷൻ സംഭവിച്ച് ടോണിക്ക് പാട്ടൊക്കെ കേൾക്കുകയും ക്യാപ്റ്റന് കോണിന്റെ തോട്ടം കാണുകയും ചെയ്യുന്നു. ക്യാപ്റ്റൻ ആണെങ്കിൽ ദാഹം സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് കടൽവെള്ളം കുടിക്കരുതെന്ന് പറഞ്ഞ ക്യാപ്റ്റൻ തന്നെ അത് കുടിക്കുന്നതിനിടെ ക്യാപ്റ്റൻ എനിക്കെന്തോ പച്ചപ്പ് പോലെ കാണുന്നുണ്ടെന്ന് ആൾട്രിച്ച് പറഞ്ഞതും അവര് 3 പേരും നോക്കുമ്പോൾ അത് കര തന്നെയാണ്. ഇതോടെ നമ്മള് എത്തിയിടാ മക്കളെ എന്ന് പറഞ്ഞ് അവർ സന്തോഷത്തിൽ കരയുകയും ആൾട്രിച്ച് ദൈവത്തിനോട് നന്ദിയും പറയുന്നു. അങ്ങനെ അവർ കരയിലേക്ക് ബോട്ട് തുഴഞ്ഞു അടുപ്പിക്കുകയും അവർ നീന്തി കരയിലേക്ക് കയറിയതിനു ശേഷം അവിടെ നിന്നും നടന്നു പോകുമ്പോൾ ഈ സിനിമ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക. 1942 നടന്ന യഥാർത്ഥ സംഭവമാണ് ഇത്. അവർ മൊത്തമായി കടലിൽ പെട്ടിരിക്കുന്നത് 34 ദിവസവും 10,000 മൈൽ സഞ്ചരിച്ചിട്ടാണ് കരയിലേക്ക് എത്തിയതും. ഈ സിനിമ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ കമന്റിൽ പറയുക. ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, പറ്റുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ഫ്രം RN.